ഈ 3 ബന്ന് കൊണ്ട് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ. അതിൻ്റെ മുന്നോടിയായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകുന്നുണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. എല്ലാ കൂട്ടുകാരും കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കുന്ന കൂട്ടുകാരോടാട്ടോ പറഞ്ഞത്. അതിനായിട്ട് നമുക്കൊരു 3/4 കപ്പ് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബന്നിനെ ഒന്ന് ഇതേപോലെ ഒന്ന് ആ പാലിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏകദേശം 1/2 ലിറ്റർ പാൽ വേണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതിനൊന്ന് നന്നായി ഒന്ന് ഇതൊക്കെ മുറിച്ചിട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കാം. ബന്നൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒന്ന് നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ബന്നും ഈ പാലൊക്കെ ഒന്ന് മുങ്ങട്ടെ കേട്ടോ. അതിന് കുറച്ച് നേരത്തിന് ശേഷം കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് 1/2 ലിറ്റർ പാലാണേ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ പാലൊക്കെ ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ 1/2 ലിറ്റർ പാൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ ആ ബന്നിൻ്റെ ആ അംശമൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. പാൽ ഒന്നുകൂടി നന്നായി തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഇത് റെഡിയാവും കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 3 കോഴിമുട്ടയാണ്. ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അങ്ങനെ 3 കോഴിമുട്ടയും നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വാനില എസൻസ് 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച ആ പാലും ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ബണ്ണിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചൂടാറിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടാറിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം മിക്സിയിൽ. നന്നായി ഒന്ന് അടിക്കണേ. അപ്പോഴേക്കും നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉരുകി വരുന്ന സമയം കൊണ്ട് തന്നെ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചിട്ട് വരാനുള്ള സമയം കിട്ടും. അപ്പോഴാണ് ഇതൊന്ന് പഞ്ചസാര ഒന്ന് ഉരുകി നല്ല സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. അതിന് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ ചെറുതായൊരു ഗോൾഡൻ കളറൊക്കെ വരുന്നുണ്ട്. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കളർ കൂടുതലായിട്ട് വരണം. അങ്ങനെ കളറൊക്കെ ഇതേപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേഗം തന്നെ പുഡിങ്സ് സെറ്റ് ചെയ്യണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവിടെയും അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും ആ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ച മിശ്രിതം അങ്ങനെ എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് ഞാൻ ഇഡ്ഡലി ചട്ടിയിൽ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്ന് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു തട്ട് വെച്ച് മൂടിയിട്ട് ഒരു 25-20 മിനിറ്റ് ആവും ഇതൊന്ന് വെന്ത് കിട്ടാനിട്ടാ. അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയാണ് ഒരു അടിപൊളി സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ആദ്യം ഞാൻ 2 പ്രാവശ്യം ഇങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് തണുപ്പിച്ചിട്ട് കൂടി എടുത്തോളൂ. അല്ലാതെ ചൂടോടെ കൊട്ടാൻ വേണ്ടി നോക്കിയാൽ ഇതുമാതിരി ഇരിക്കും. പക്ഷേ ടേസ്റ്റിനോ അതിൻ്റെ സോഫ്റ്റ്നെസ്സോ അതിൻ്റെ ടേസ്റ്റും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇത്തിരി ഭംഗിയോടെ കിട്ടണമെങ്കിൽ നന്നായി ചൂടാക്കി ക്ഷമയോടെ കാത്തിരുന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഞാൻ ആദ്യം 2 ചെയ്തത് നല്ല ചൂടൊക്കെ ആറി ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇക്കുറി ഞാനെന്തത് കുറച്ച് സ്പീഡ് കൂടി. അപ്പോൾ എന്തായത് ഒരു നല്ല ചൂടാറുന്നതിന് മുൻപ് തന്നെ പാത്രത്തിലേക്ക് അങ്ങോട്ട് കമഴ്ത്തി കൊടുത്തു. അപ്പോൾ കിടക്കുന്നു. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ഇങ്ങനെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. ടേസ്റ്റിനോ രുചിക്കോ ഒന്നും വ്യത്യാസം വരില്ല. പക്ഷേ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ അതിനെക്കാട്ടി ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. ഒരു തണുപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി കാണുമ്പോഴേക്കും ടാറ്റാ.